ഹായ് ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെ നമ്മൾ പഠിക്കണം, എന്തൊക്കെ പഠിച്ചാലാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുക തുടങ്ങി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നതാണ് പോസ്റ്റ് നെയിം. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് AICT പറയുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. അപ്പോൾ ആ DNS അലവൻസിൻ്റെ കാര്യം അതെല്ലാം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള DNS അലവൻസ് മറ്റുമാണ് ലഭിക്കുക. അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് അതിനനുസരിച്ച് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് 20 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിശദമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് കുറഞ്ഞത് ഒരു 40 വേക്കൻസീസ് എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണെന്ന് തോന്നാം. പക്ഷേ പോസ്റ്റ് നെയിം ശ്രദ്ധിക്കുക, അത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലെ ലെക്ചറാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസി ആണ് ഇവിടെ. 40ഓളം വേക്കൻസീസ് എന്ന് പറയുന്നത് അതും നല്ലൊരു അവസരമാണ്, അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, നിങ്ങൾക്കൊരു BTech ആണ്. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കുറയാതെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നാമത്തെ കാര്യം, ഫസ്റ്റ് ക്ലാസ്സിൽ കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു റെഗുലർ കോഴ്സ് ഫോളോ ചെയ്തവരായിരിക്കണം. അത് നിങ്ങൾക്ക് കിട്ടിയ ഡിഗ്രി ഒരു റെഗുലർ ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതും മറ്റൊരു പോയിന്റാണ്. ഓക്കെ, ഇനി ഈ ക്വാളിഫിക്കേഷൻ നമുക്ക് 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ടെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിഫറൻസ് ഓർഡർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കായിരിക്കും ഇതിനൊരു പ്രിഫറൻസ്, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു മുൻതൂക്കം ലഭിക്കുക. അതിനുശേഷം കമ്പ്യൂട്ടർ ടെക്നോളജി, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സാലറി ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു AICT പറയുന്ന സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കുന്ന ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ 56,100 രൂപയാണ്. ഇനി DNS അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, സെൻട്രൽ ഗവൺമെൻറ് ആണ് DNS അലവൻസ് തരുന്നത്. അപ്പോൾ അത് 58% നമുക്ക് ലഭിക്കുന്ന ബേസിക് പേയുടെ 58% DNS അലവൻസ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ലഭിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു 32,538 രൂപ, ആ ഒരു 58% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും നമുക്ക് DNS അലവൻസ് ആയിട്ട് തന്നെ ലഭിക്കും. ഇനി അടുത്തത് HRA അഥവാ ഹൗസ് റെന്റ് അലവൻസ് ആണ്. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യും, വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് നിങ്ങൾക്ക് എവിടെയാണോ പ്ലേസ്മെൻറ്റ്, എവിടെയാണോ നിങ്ങൾക്ക് ജോലി ലഭിക്കുക, എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്, അത് വളരെ ഒരു സിറ്റിയാണോ അല്ലെങ്കിൽ അതൊരു ഗ്രാമപ്രദേശമാണോ അതൊരു പഞ്ചായത്താണോ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് HRA അഥവാ ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് കിട്ടുന്നത്. എന്നാലും മിനിമം നമുക്ക് സാലറിയുടെ ഒരു 5% മുതൽ ഒരു 10% വരെ HRA ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ HRA നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2,244 രൂപ ബേസിക് HRA ആയിട്ട് നമുക്ക് ലഭിക്കും. എല്ലാം ബേസിക് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രോസ് സാലറി 90,882 രൂപയിൽ കുറയാതെ നിങ്ങൾക്ക് ബേസിക് സാലറി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല, കാരണം കുറച്ച് ഡിഡക്ഷൻസ് അതിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിൽ GPF, GIS പോലുള്ള സ്കീമുകൾ, ഇതെല്ലാം സേവിങ് സ്കീമുകളാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന പൈസയല്ല. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ സാലറിയിൽ നിന്നും കൂടുതൽ എമൗണ്ട് അതിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സേവിങ്സ് ആയിട്ട് കുറച്ച് പൈസ പോകും. ഇനി അടുത്തത് കുറച്ച് ഇൻഷുറൻസുകളാണ്. അപ്പോൾ ഇൻഷുറൻസുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, അല്ലേ? അപ്പോൾ മെഡിസെപ്പ്, NPS, SLA പോലുള്ള ചില സ്കീമുകളിലേക്കും കുറച്ച് പൈസ ഡിഡക്റ്റ് ആവും. അപ്പോൾ ഈ ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള സാലറി ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത്രയുമാണ് സാലറി ഡീറ്റെയിൽസിൽ പറയാനായിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 കാറ്റഗറി നമ്പർ 64/2021 ആയിരുന്നു. 27/7/2023 എക്സാം നടന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2024 മെയിൻ ലിസ്റ്റിൽ 162ഓളം കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 36.67 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക്. ആ ഒരു പരീക്ഷയ്ക്ക് ലഭിച്ച മാക്സിമം മാർക്ക്, OMR എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60.33 ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 മാർക്കാണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 2026 ജൂൺ 5 ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും അവസാന അഡ്വൈസ് നടന്നത്. ഇതുവരെ 112ഓളം അഡ്വൈസുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 112ഓളം അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ 26/7/2027 ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ ഇത്രയും നാളും എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നമുക്ക് അഡ്വൈസുകൾ നടക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോയതിന് ശേഷമുള്ള ബാക്കിയുള്ള വേക്കൻസീസ് പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യുക. അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ നോട്ടിഫിക്കേഷൻ, അതിനുള്ള കൺഫർമേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ആ ഒരു സമയത്തോട് അടുപ്പിച്ച് പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഈ ഒരു പരീക്ഷയ്ക്കുള്ള, ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട സിലബസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂൾ വീണ്ടും കുറച്ച് പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ മോഡ്യൂൾ 1A ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അതിലെ ടോപ്പിക്സ് ഇതൊക്കെയാണ്: മെട്രിസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, കോർഡിനേറ്റ് ജോമെട്രി, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇത്രയുമാണ് ആ ഒരു ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്. ഡീറ്റെയിൽഡ് സിലബസ് അല്ല, ഈ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്തത് മോഡ്യൂൾ 1B. അതിൽ നമുക്ക് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്, ലെവലിംഗ് എന്നീ ടോപ്പിക്കുകളാണ് അവിടെ പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 1 C പാർട്ട്, അതിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5 മാർക്കിൻ്റെ ചോദ്യം. അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് മോഡ്യൂൾ 1D ആണ്. മോഡ്യൂൾ 1Dയിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അവിടെ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് ആൻ ഇൻസ്റ്റലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി അടുത്തത് മോഡ്യൂൾ 1E. മോഡ്യൂൾ 1 തന്നെ ഈ പാർട്ട് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അവിടുത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, സ്വിച്ചസ്, മൈക്രോ കൺട്രോളേഴ്സ്, മൊബൈൽ ടെക്നോളജി, ഇൻവെർട്ടർ ആൻഡ് UPS, വേസ്റ്റ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മോഡ്യൂൾ 14 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് രണ്ടാമത്തെ മോഡ്യൂളിനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ മോഡ്യൂളിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, മൊബൈൽ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയവയാണ് അവിടെ നമുക്ക് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ മോഡ്യൂൾ, ഇനി വരുന്ന എല്ലാ മോഡ്യൂൾസിനും 14 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് കേട്ടോ. 3, 4, 5, 6 മോഡ്യൂൾസ് ആണ് സിലബസിലുള്ളത്. അപ്പോൾ ഈ മോഡ്യൂൾസിനെല്ലാം 14 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിലെ മോഡ്യൂൾ 3യുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, മൈക്രോ പ്രോസസ്സേഴ്സ് തുടങ്ങിയവയാണ്. മോഡ്യൂൾ 4 ടോപ്പിക്സ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ്. മോഡ്യൂൾ 5ൽ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ ജാവ ഇതാണ്. മോഡ്യൂൾ അതുപോലെ ഡേറ്റ സ്ട്രക്ചേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാര്യങ്ങളും മോഡ്യൂൾ 5ൽ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. മോഡ്യൂൾ 6ൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, വെബ് ടെക്നോളജി തുടങ്ങിയവയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്.
സോ ഈ ഭാഗങ്ങളിൽ നിന്നും മറ്റുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സിലബസ്, അത്യാവശ്യം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വളരെ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഈ ഒരു എക്സാമിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ടെക് PSC ഒരു പോളിടെക്നിക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയും അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും തീർച്ചയായിട്ടും ലഭിക്കും. ഒരു പക്ഷേ ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ആ സെഷൻസിൻ്റെ റെക്കോർഡ് ക്ലാസ് ടെക് PSC ആപ്പ് ത്രൂ നിങ്ങൾക്ക് ലഭ്യമാകും. ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും മറ്റും ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതൊരു സംശയമായിരിക്കും, ഒരുപക്ഷെ ഇത്രയും നേരത്തെ കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ എന്ന് വരെ ആയിരിക്കും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി. നിങ്ങൾക്ക് എന്നാണോ എക്സാം, ആ എക്സാം ഡേറ്റ് വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഇൻ്റർവ്യൂ ഗൈഡൻസ് ആണ്. റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടെക് PSCയുടെ ആപ്പ് നിങ്ങൾക്ക് iOSലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെയും വിജയാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.